നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. ആദ്യ വാർത്തയിലേക്ക് 24 എന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളുമായി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. ദ്വാരപാലക ശില്പപാളിയിലെ സ്വർണം വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കിയെന്നാണ് റിപ്പോർട്ട്. ശനിദോഷം അകറ്റാൻ എന്ന പേരിൽ ചില ഭാഗങ്ങൾ പലർക്കായി വിറ്റു. ഇതുൾപ്പെടെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ വിവരങ്ങൾ 24 പുറത്തുവിട്ടു. 24 ബിഗ് ബ്രേക്ക്. സ്മാർട്ട് ക്രിയേഷൻസുമായി ചേർന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ്. ഉരുക്കിയ സ്വർണം 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമുണ്ടായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കൈമാറ്റത്തെക്കുറിച്ച് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇവയാണ്. നവീകരണത്തിനായി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് കട്ടിളയിലെ 7 പാളിയും ദ്വാരപാലക ശില്പങ്ങളിലെ 21 പാളിയും. ആകെ ഉണ്ടായിരുന്ന സ്വർണം 989 ഗ്രാം. ദ്വാരപാലകരിൽ 394 ഗ്രാം സ്വർണം പൂശി. 106 ഗ്രാം സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിന് സർവീസ് ചാർജ്. 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു. ഇതിൽ കുറച്ച് മറച്ചുവിറ്റു. സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടതില്ലെന്ന ഉത്തരവ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തി. 2019 ജൂലൈ 19, 20 തീയതികളിലായി ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടുവെന്നായിരുന്നു മഹസർ രേഖ. ഈ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നില്ല. ശില്പങ്ങൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായ അനന്തസുബ്രഹ്മണ്യം, രമേശ് റാവു എന്നിവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് എഴുതിയൊപ്പിട്ടതും ഇവർ. ശബരിമലയിൽ 1.5 കോടി രൂപയുടെ പാത്രം വാങ്ങിയെന്ന രേഖ അന്വേഷണത്തിൽ കണ്ടെത്തി. എന്നാൽ പാത്രങ്ങൾ വാങ്ങിയില്ലെന്ന് ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചു. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണ തിരിമറി സ്ഥിരീകരിച്ച് ഹൈക്കോടതി. കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് സ്വർണം കാണാതായതിൽ പരാതി നൽകി. ദേവസ്വം വിജിലൻസിന്റെ 20 പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. വിജിലൻസ് കണ്ടെത്തലുകൾ ഗുരുതരമെന്ന് കോടതി. സത്യം പുറത്തു കൊണ്ടുവരാൻ നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ട ദ്വാരപാലക പാളി ചെമ്പാണെന്ന് എഴുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഇടപെടൽ ദുരൂഹമെന്നാണ് നിരീക്ഷണം. 2 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ വേണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചു. ഇതിനായി DGPയെ കക്ഷി ചേർത്തു. പരാതികളിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന കാര്യത്തിൽ SITക്ക് തീരുമാനമെടുക്കാം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്തിട്ടുണ്ട് നമ്മുടെ ADG ലോ ആൻഡ് ഓർഡറിൻ്റെ നേതൃത്വത്തിൽ. അവരുടെ ഇന്നും അവർ കള്ളാസ് ഏറ്റെടുക്കും. അതിന് പരിശീലിച്ച ശേഷം സ്റ്റഡി ചെയ്തിട്ട് ആവശ്യത്തിൽ നടപടി സ്വീകരിക്കാൻ പോകുന്നതാണ്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. സ്വർണം കാണാതായതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം കമ്മീഷണർ പരാതി നൽകി. പോലീസ് ആസ്ഥാനത്തെത്തിയാണ് പരാതി നൽകിയത്. 24 കൊച്ചി. വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ വരുന്നൊരു വാർത്ത. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് കൽപേഷനെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശം. 2019 ഒക്ടോബർ 10 കൽപേഷിന്റെ പക്കലെത്തിയത് 474.9 ഗ്രാം സ്വർണമാണ് എന്നും പരാമർശമുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ആരാണ് ഈ കൽപേഷ്? കൂടുതൽ കോടതി ഉത്തരവിന്റെ പരാമർശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, വിശദാംശം. അനുജ, ഇന്ന് പറഞ്ഞ കോടതി പറഞ്ഞ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ദുരൂഹമായി നിൽക്കുന്ന പേരുകളിലൊന്ന് കൽപേഷിന്റെ പേരാണ്. അതായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ശേഷം കൽപേഷിന്റെ പക്കലാണ് ബാക്കി വന്ന 497 ഗ്രാം സ്വർണം അത് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറിയത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് കൽപേഷ് എത്തി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിജിലൻസിന്റെ കണ്ടെത്തലാണത്. 2019 മാർച്ച് മാസത്തിൽ 2019 ഓഗസ്റ്റ് മാസത്തിലുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിനെ സമീപിക്കുന്നത്. മാർച്ച് മാസത്തിൽ ഈ ശ്രീകോവിലിന്റെ വാതിൽ അതിൽ സ്വർണം പൂശുന്നതിന് വേണ്ടിയും 2019 ഓഗസ്റ്റ് മാസത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ രണ്ടിലും സ്വർണം മിച്ചം വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണത്തിൽ മിച്ചം വന്നതാണ്. അത് 497 ഗ്രാമോളം മിച്ചം വന്നിട്ടുണ്ട്. ആ മിച്ചം വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് ദേവസ്വം ബോർഡിന് നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ദേവസ്വം ബോർഡിനെ കൂടി കോടതിയുടെ ഉത്തരവ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അത് 2019 എടുത്ത തീരുമാനവുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ അതിന്റെ ഉത്തരവുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ ദ്വാരപാലക ശില്പങ്ങൾ അത് കോപ്പർ ഗ്ലാഡഡ് എന്നാണ് എഴുതിയിരുന്നത്. അത് ഗുരുതരമായ കുറ്റമാണ്. അത് BNS പ്രകാരം ക്രിമിനൽ കുറ്റമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഉത്തരവിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാം. അനുജ.
സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് കൽപേഷിനാണ് എന്നത് അത് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലാണ്. ആ പരാമർശം ഇപ്പോൾ കോടതിയുടെ ഉത്തരവിൽ വന്നിട്ടുണ്ട്. ഒപ്പം കൂടുതൽ വിശദാംശങ്ങൾ അതാണ് വിഷ്ണു സുരേഷ് നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനും കോടതിക്കും ഒരേ നിലപാട് എന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു. ഹൈക്കോടതി വിധി ദേവസ്വം ബോർഡിനും സർക്കാരിനും ഏറ്റ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് BJP നേതാവ് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. അയ്യപ്പ സംഗമം, ആഗോള സംഗമം, ആ ആഗോള സംഗമത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി ഈ പോറ്റിയടക്കം ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയായിരുന്നു. കേരള ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച എല്ലാ നിലപാടുകളും പൊതുവെ സ്വാഗതാർഹമാണെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ഏതാണ്ട് സർക്കാരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ നിലപാടിൽ തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത്. സർക്കാരിലെ ബന്ധപ്പെട്ടവർക്കും ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ള കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ദ്വാരപാലക ശില്പത്തിൽ മാത്രമല്ല, അവിടുത്തെ കഥകിലും കട്ടളപ്പടിയിലും വരെ കൃത്രിമം നടന്നു എന്നുള്ള പ്രാഥമികമായ കണ്ടെത്തലാണ് നടന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ വസ്തുതകൾ പുറത്തു വരുള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ 9 ഉദ്യോഗസ്ഥർ പ്രതികളായേക്കും. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഇവരുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശനമുണ്ട്. സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. 2 തിരുവാഭരണം കമ്മീഷണർമാർക്കും വീഴ്ചയെന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. ശബരിമലയിലെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചുറ്റിയതിലും ദുരൂഹത. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ മകനാണ് ഇതിനുള്ള ചുമതല നൽകിയത്. വഴിപാടായാണ് മകൻ ഇത് ചെയ്തു നൽകിയതെന്നാണ് A. പത്മകുമാറിന്റെ വിശദീകരണം. ശ്രീകോവിൽ നടയടയ്ക്കുമ്പോൾ ഭഗവാനെ യോഗനിദ്രയിൽ അണിയിക്കുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും. 2019 മാർച്ച് 16 ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റെ മകൻ ജയശങ്കർ പത്മനാണ് പണിക്ക് ചുമതലപ്പെടുത്തിയത്. യോഗദണ്ഡിൽ സ്വർണ്ണച്ചുറ്റും സ്വർണ്ണക്കപ്പും തീർത്തു. രുദ്രാക്ഷമാലകൾ കഴുകി വൃത്തിയാക്കി. എന്ത് നടപടിക്രമമാണ് പാലിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യോഗദണ്ഡും രുദ്രാക്ഷമാലയും സ്വർണം ചേർക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മകന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് നടപടിക്രമമാണ് അവിടെ ഉള്ളത്. മകന്റെ വഴിപാടാണിതെന്നും നടപടിക്രമങ്ങൾ പാലിച്ചാണ് ചെയ്തതെന്നും A. പത്മകുമാറിന്റെ മറുപടി. വഴിപാടായിട്ട് എൻ്റെ മോൻ സമർപ്പിച്ചതാണ്. അക്കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അത് യോഗദണ്ഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. അവിടെ നിന്ന് രാത്രി 11 മണിക്ക് ശേഷം നട അടച്ചതിന് ശേഷം അതെടുത്ത് വെളിയിൽ വെച്ച് ചെയ്ത് പിന്നെ വിഷുവിൻ്റെ അന്ന് രാവിലെ അതവിടെ കൊടുത്തു. കഴിഞ്ഞ ദിവസം സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. മുരാരി ബാബു ഉൾപ്പെടെ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ഭൂട്ടാൻ വാഹനക്കടത്തിൽ സിനിമാ നടന്മാരുടെ വീടുകളിലെ ED റെയ്ഡിനെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശബരിമല സ്വർണ്ണമോഷണം മുക്കാനാണ് ED റെയ്ഡ് എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഇതിനിടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി നടത്തിയ അധിക്ഷേപ പരാമർശത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിലും വിവാദ പരാമർശങ്ങൾ ഉണ്ടായി. എനിക്കറിയത്തില്ല, സ്വർണത്തിന്റെ വിഷയം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തേക്ക് 2 പേര് വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ് പോലീസിനെ ഉപയോഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനക്കടത്തിൽ നടന്മാരുടെ വീടുകളിലെ റെയ്ഡിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെയാണ് കേന്ദ്രമന്ത്രി തന്നെ രംഗത്തെത്തിയത്. പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആ അടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് വല്ലാണ്ടങ്ങ് ആളിപ്പടരുമ്പോൾ അതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടി സിനിമാക്കാരാണ് യുവാക്കളെയൊക്കെ കൊണ്ടുചെന്ന് അത് വാർത്തയാക്കി സർക്കാരിനെയും സർക്കാരിന്റെ മോഷണ കുറ്റങ്ങളെയും ഒക്കെ കുടപിടിക്കുകയോ മറപിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ സിനിമാക്കാരെ ദ്രോഹിക്കുന്നതും വാർത്താ ചാനലുകൾ നല്ലതല്ല, ശരിയല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. സുരേഷ് ഗോപി സത്യം തിരിച്ചറിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ED അന്വേഷണം ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ED അന്വേഷണം ഇറക്കിയത്.
ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കലിംഗ് സംവാദ ചർച്ചയിൽ സുരേഷ് ഗോപി നടത്തിയ നപുംസക പരാമർശവും വിവാദമായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ DCC അധ്യക്ഷനും അധിക്ഷേപ പ്രസംഗം നടത്തി. കോൺഗ്രസ് പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചു. പാലക്കാടുകാരൻ മാത്രം ആണും കണ്ണും കെട്ടവൻ പറഞ്ഞ സുരേഷ് ഗോപിയാണ് ആണും പെണ്ണും കെട്ടവൻ. ഞങ്ങളല്ല, പാലക്കാടുകാരല്ല ആണും പെണ്ണും കെട്ടവൻ. 24 പാലക്കാട്. ഇത്തവണത്തെ സമാധാന നൊബേൽ വെനിസ്വേലൻ രാഷ്ട്രീയ നേതാവ് മരിയ കുറീന മച്ചാഡോയ്ക്ക്. വെനിസ്വേലയിലെ ജനാധിപത്യ പോരാട്ടങ്ങൾക്കാണ് പുരസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേലിന് പരിഗണിക്കാത്തതിൽ വിമർശനവുമായി വൈറ്റ് ഹൌസ് രംഗത്തെത്തി. The Norwegian Nobel Committee has decided to award the Nobel Peace Prize for 2025 to Maria Corina Machado. ജനാധിപത്യത്തിനായി നിരന്തരം വാദിച്ച വെനസ്വേലൻ പ്രതിപക്ഷ പാർട്ടി നേതാവ്. സുമാത്തെ എന്ന മനുഷ്യാവകാശ സംഘടന രൂപീകരിച്ച് 2002 മരിയ കൊറീന മച്ചാഡോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ അടുത്തിടെയുണ്ടായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിലെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായാണ് മരിയ കൊറീന മച്ചാഡോയെ വിശേഷിപ്പിക്കുന്നത്. ഹ്യൂഗോ ഷാവേസ്, നിക്കോളാസ് മദുറോ സർക്കാരുകൾക്കെതിരായ പ്രക്ഷോഭത്തിന്റെ മുൻനിര പോരാളിയാണ്. നിരന്തരം തർക്കത്തിലായ മച്ചാഡോയെ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വെനസ്വേലൻ ഭരണകൂടം വിലക്കിയിരുന്നു. 2025 മരിയ കൊറീന മച്ചാഡോ സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനു നേരെ പോലീസ് വെടിവെപ്പുണ്ടാവുകയും അതിനു പിന്നാലെ മച്ചാഡോയെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യവുമുണ്ടായി. ആ സമയത്ത് മച്ചാഡോയ്ക്ക് സുരക്ഷയും പിന്തുണയും പ്രഖ്യാപിച്ച് രംഗത്തെത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. യാദൃശ്ചികമെങ്കിലും ഒടുവിൽ ട്രംപിന് സമാധാന നൊബേൽ ലഭിക്കുമോ എന്ന ചർച്ചകൾക്കൊടുവിൽ അന്ന് ട്രംപ് പിന്തുണ നൽകിയ മരിയ കൊറീന മച്ചാഡോയ്ക്ക് സമാധാന നൊബേൽ ലഭിച്ചിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അഫ്ഗാനിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ച് ഇന്ത്യ. കാബൂളിൽ വീണ്ടും നയതന്ത്ര കാര്യാലയം തുറക്കും. ഇന്ത്യ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ചയിലാണ് നിർണായക തീരുമാനം. ഇതിനിടെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്താക്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നിലവിൽ കാബൂളിലുള്ള വിദേശകാര്യ മന്ത്രാലയ ഓഫീസ് എംബസിയായി ഉയർത്തുമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രഖ്യാപിച്ചു. We would like to contribute to the reconstruction of residences in the affected areas. To enhance that, I am pleased to announce today the upgrading of India's technical mission in Kabul to the status of Embassy of India. അഫ്ഗാനിസ്ഥാന് 20 ആംബുലൻസുകൾ, ഭക്ഷ്യസഹായം, MRI, CT സ്കാൻ മെഷീനുകൾ തുടങ്ങിയവ നൽകും. അഫ്ഗാൻ പൌരന്മാർക്കുള്ള വിസയും വിമാന സർവീസുകളും കൂട്ടും. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രതിജ്ഞാബദ്ധമെന്നും ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി. മറ്റാരെയും ഭീഷണിപ്പെടുത്താൻ അഫ്ഗാന്റെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അമീർ ഖാൻ മുത്താക്കി. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമി ഇമാരത്ത് ലക്കച്ചംഗ സിക്കീർ ചലൂർ കാലെ സാബിത കടേദ അഫ്ഗാനിസ്ഥാൻ മുത്താക്കിയുടെ ഇന്ത്യ സന്ദർശനം തുടരുന്നതിനിടെ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. സർക്കാർ ഓഫീസുകളും ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ചാണ് ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ പാക് നഗരങ്ങളിലെ ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു. 24 ഡൽഹി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി. സർക്കാരിന്റെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ശരിവെച്ച ഉത്തരവിലാണ് പരാമർശം. ഹൈക്കോടതി നിലപാടിനെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുനമ്പം സമരസമിതിയും സ്വാഗതം ചെയ്തു. ആവശ്യമെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് വഖഫ് ബോർഡിന്റെ പ്രതികരണം. 1950 ആധാരപ്രകാരം മുനമ്പത്തെ ഭൂമി വഖഫിന് വിട്ടു നൽകിയിട്ടുള്ളതല്ല. ഫറൂഖ് കോളേജിനുള്ള ഇഷ്ടദാനമാണ്. ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരവും ആധാരത്തിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഖഫ് ഭൂമിയല്ലെന്ന നിലപാടാണ് ജസ്റ്റിസുമാരായ SI ധർമാധികാരി VS ശ്യാംകുമാർ എന്നിവർ സ്വീകരിച്ചത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. കോടതി നിലപാട് മുനമ്പത്തെ പ്രതിസന്ധി ഒഴിവാക്കുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. ഏതായാലും ഇപ്പോഴത്തെ വിധി, ഈ ഡിവിഷൻ ബെഞ്ച് വിധി മുഴുവൻ ശരിവെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കമ്മീഷൻ റിപ്പോർട്ടിന് പോലും പ്രസക്തി നഷ്ടപ്പെടും. കരുതാൽ വഖഫ് ഭൂമി അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടുത്തെ മുനമ്പ ജനങ്ങൾ സംരക്ഷിക്കപ്പെടും. യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അനുകൂലമാണ് വിധി. എല്ലാ രീതിയിലും അവർക്ക് അനുകൂലമാണ് വിധി. റവന്യൂ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ചു തരണമെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി. എത്രയും പെട്ടെന്ന് ജഡ്ജ്മെന്റിന്റെ കോപ്പി കൊച്ചി തഹസിൽദാർക്ക് കൊടുത്തുകൊണ്ട് റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക, ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രത്യാശാഭരിതമെന്ന് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. കോടതി വിധി പഠിച്ച ശേഷം മേൽക്കോടതികളെ സമീപിക്കുന്നത് ആലോചിക്കുമെന്ന് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വ്യക്തമാക്കി. മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരം 363 ദിവസത്തിലേക്ക് കടന്നു.
24 കൊച്ചി. മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന് യാത്രാനുമതി നിഷേധിച്ച വിദേശകാര്യ മന്ത്രാലയം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെയാണ് യാത്രാനുമതി നിഷേധിച്ചത്. രാഷ്ട്രീയ കാരണങ്ങളാലാണ് അനുമതി നിഷേധിച്ചത് എന്നാണ് സൂചന. അനുമതി നിഷേധിച്ചുവെന്ന 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഈ മാസം 16-ന് ബഹ്റൈനിൽ നിന്ന് ഗൾഫ് പര്യടനം തുടങ്ങാനാണ് മുഖ്യമന്ത്രി പദ്ധതിയിട്ടിരുന്നത്. സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി നവംബർ 9-ന് പര്യടനം സമാപിക്കുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക യാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി അനിവാര്യമാണ്. യാത്രാനുമതി തേടിയുള്ള അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിലാണ് അനുമതി നിഷേധിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അനുമതി നിഷേധിച്ച വിവരം സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നും പറയാതെയാണ് അനുമതി നിരാകരിച്ചിരിക്കുന്നത്. യാത്രാനുമതി നിഷേധിച്ചെന്ന 24 വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചു. അനുമതി ലഭിക്കാൻ വീണ്ടും ശ്രമം നടത്തുന്നുണ്ടെന്ന സൂചനയും മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലുണ്ട്. എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. നില കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെയൊരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ വ്യക്തമാക്കുന്നത്. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് അനുമതി നിഷേധിച്ചതെന്നാണ് പുറത്തുവരുന്ന സൂചന. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ നടത്തുന്ന ഗൾഫ് പര്യടനം രാഷ്ട്രീയ പര്യടനത്തിലാണോ എന്ന് സംശയമാകാൻ കാരണമെന്നും പറയപ്പെടുന്നു. പ്രളയകാലത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കാൻ ഗൾഫ് യാത്രയ്ക്ക് അനുമതി ചോദിച്ചപ്പോഴും നിഷേധിച്ചിരുന്നു. ഗൾഫിലെ മലയാളി സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് ഇത്തവണ മന്ത്രി സജി ചെറിയാനൊപ്പം മുഖ്യമന്ത്രി ഗൾഫ് പര്യടനം നടത്തുന്നത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായം, എയിംസ് തുടങ്ങിയ കേരളത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടറിയിച്ച മുഖ്യമന്ത്രി സംസ്ഥാനം മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. 4 പ്രധാന ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഉന്നയിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് NDRFിൽ നിന്നും 2221 കോടി ഗ്രാന്റ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എയിംസിനായി ഭൂമി കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി JP നദ്ദയെ അറിയിച്ചു. അന്തിമ അനുമതിക്കായുള്ള നടപടികൾ വേഗത്തിലാക്കണം. വയനാട് സാമ്പത്തിക സഹായത്തിൽ പുനഃപരിശോധന വേണമെന്ന് അമിത്ഷയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി. തീരദേശ സുരക്ഷയ്ക്കായി ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു കമ്പനി സംസ്ഥാനത്തേക്ക് എത്തും. മറൈൻ ബറ്റാലിയനായി ഇത് പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം വേണ്ട പരിഗണന കേരളത്തിന് ലഭിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 ഡൽഹി. ഫസ്റ്റ് ഓൺ 24. കേരള ക്രിക്കറ്റിലും തലമുറ മാറ്റം. രഞ്ജി ട്രോഫിയിൽ മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റനാകും. മുൻ നായകന്മാരായ സഞ്ജു സാംസണും സച്ചിൻ ബേബിയും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ചുവട് പിടിച്ച കേരള ടീമിലും തലമുറ മാറ്റം. 36-കാരനായ സച്ചിൻ ബേബിക്ക് പകരം യുവതാരം മുഹമ്മദ് അസറുദ്ദീൻ രഞ്ജി ട്രോഫിയിൽ കേരള ടീമിനെ നയിക്കും. ദുലീപ് ട്രോഫിയിൽ സൗത്ത് സോൺ ടീമിനെ ഫൈനലെത്തിച്ചതടക്കം പരിഗണിച്ചാണ് മുഹമ്മദ് അസറുദ്ദീനെ ക്യാപ്റ്റനാക്കുന്നത്. കഴിഞ്ഞ സീസണിൽ കേരളത്തെ ചരിത്ര ഫൈനലെത്തിച്ച നായകനെങ്കിലും സച്ചിനെ മാറ്റാനുള്ള തീരുമാനം ഭാവി കണക്കിലെടുത്താണെന്ന് KCA സെക്രട്ടറി വിനോദ് കുമാർ 24-നോട് പ്രതികരിച്ചു. അതേസമയം സച്ചിൻ ബേബി ടീമിൽ തുടരും. ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ടീമിലുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. KCAയുമായുള്ള ഭിന്നതകൾ പരിഹരിച്ചതോടെ സഞ്ജു കേരളത്തിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. 15-ന് കാര്യവട്ടത്ത് തുടങ്ങുന്ന മഹാരാഷ്ട്രയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ കളിച്ച ശേഷമാകും സഞ്ജു ഓസ്ട്രേലിയൻ പര്യടനത്തിന് പുറപ്പെടുക. പരുക്ക് ഭേദമാവാത്ത ബേസിൽ തമ്പിയെ 15-അംഗ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.